ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറേ ഗാഡ്ജറ്റുകൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. അതുമാത്രമല്ല ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ ഈ ഗാഡ്ജറ്റുകൾ നിങ്ങൾക്ക് ഗിവ് അവേ ആയിട്ട് ഞാൻ തരും. ലെറ്റ്സ് ഗോ. ക്രയോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് ഈ ഒരു ഗാഡ്ജറ്റ് നമുക്ക് അയച്ചു തന്നത്. അവിടെ ഇവിടെയൊക്കെ പൊട്ടിപ്പോയി, ഐ എം സോറി. ബട്ട് ക്രയോ എന്ന ബ്രാൻഡിൻ്റെ വേറെ കുറച്ച് ഗെയിമിംഗ് ഗാഡ്ജറ്റുകൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. അപ്പം ഈ ഒരു ബ്രാൻഡ് നമ്മളിപ്പം വലിയ ബ്രാൻഡുകളുടെ, ഇന്ത്യയിലുള്ള വലിയ ബ്രാൻഡുകളുടെ ബഡ്ജറ്റ് ഗാഡ്ജറ്റുകളും ഈ ഗെയിമിംഗ് ഗാഡ്ജറ്റുകളും ഗെയിമിംഗ് ഗിയേഴ്സൊക്കെ പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും ഇതേപോലുള്ള എമേർജിംഗ് ആയിട്ടുള്ള ബ്രാൻഡുകൾ നല്ല ഹൈ ക്വാളിറ്റി സാധനം അഫോർഡബിൾ ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബ്രാൻഡുകളെ പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങൾ കുറച്ചുകൂടി. അപ്പോൾ നമുക്ക് വലിച്ചു കീറാം. അതിനകത്ത് വേറെ കാണാനും എടുക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വലിച്ചു കയറി എന്താണ് ഇതിൻ്റെ അകത്തുള്ളത് നോക്കാം. ആക്ച്വലി ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് വരുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. അവർ കുറച്ച് സാധനങ്ങൾ അയക്കുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു, അത്ര മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇൻവോയ്സ് ആണ്. ഇൻവോയ്സ് നമുക്ക് ഇവിടെ വയ്ക്കാം. സോ ഓരോന്നായിട്ട് നമുക്ക് പുറത്തെടുക്കാം. 1 2 3 4 5. ആക്ച്വലി ഈ ബ്രാൻഡിൻ്റെ കളർ സ്കീമാറ്റിക്സും അതുപോലെ തന്നെ ഈ ബ്രാൻഡിൻ്റെ ഈ പ്രോഡക്ട്സിൻ്റെയൊക്കെ ഒരു എസ്തെറ്റിക്കും അവരുടെ വെബ്സൈറ്റ് തന്നെ ചെയ്തിട്ടുള്ളത് ഭയങ്കര രസമായിട്ടാണ്. പ്ലീസ് ചെക്ക് ദം ഔട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോഡക്റ്റാണ് വന്നിട്ടുള്ളത്. കുട്ടിയിൽ നിന്ന് നമുക്ക് വലുതിലേക്ക് പോകാം. എന്താണ് നമ്മുടെ കുട്ടി സാധനം? എനിക്ക് തോന്നുന്നു ഗെയിമിംഗ് ഇയർബഡ്സ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. ആണ് ക്രയോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഗെയിമിംഗ് ഇയർബഡ്സ്. ആക്ച്വലി ഇതിൻ്റെ എല്ലാം പ്രൈസും കൂടി എനിക്കിപ്പോൾ അറ്റ് ദ മൊമെൻ്റ് അറിയില്ല. ക്രയോ മേക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമിംഗ് ഇയർബഡ്സ് ആണ്. ഇതിൻ്റെ പ്രൈസ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത് 3500 രൂപയാണ്. ബട്ട് ഐ ഡോണ്ട് നോ 3500 രൂപ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുള്ളത് സ്നീക്ക് അറ്റാക്ക്, അതായത് 50 ms ലോ ലേറ്റൻസി ഇതിനകത്തുണ്ട്. നമ്മളൊരു ഗെയിമിംഗ് ഇയർബഡ്സുകൾ മേടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലേറ്റൻസി ഇഷ്യൂ ഇല്ലാതെ ഗെയിം കളിക്കാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി ഓൺലൈനായിട്ട് നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് അവിടെ വെടിവെച്ചതിന് ശേഷമേ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുള്ളൂ. അത് ലേറ്റൻസി ഇഷ്യൂ വരുന്നതാണ്. അപ്പോൾ ഏറ്റവും ലേറ്റൻസി കുറഞ്ഞ ഇയർബഡ്സ് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഡുവൽ മോഡ് ഉണ്ട്, അതായത് ഗെയിമിംഗ് മോഡും ഉണ്ട്, മ്യൂസിക് മോഡും ഉണ്ട്. അതുപോലെ തന്നെ 40 hours ബാറ്ററി ലൈഫും കിട്ടുന്നുണ്ട്. നമുക്ക് ഓപ്പൺ ആക്കാം. ഒയ്യോ, നൈസ്. നോക്കിയ ഒരു കുട്ടി കാർഡ്, വെൽക്കം കാർഡ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ലൈറ്റിംഗ് വരുന്നത്, അതായത് പെയറിംഗ് സമയത്ത് എന്ത് ലൈറ്റായിരിക്കും വരിക, കണക്റ്റഡ് ആവുന്ന സമയത്ത് എന്ത് ലൈറ്റായിരിക്കും വരിക, പെയറിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്, എങ്ങനെ മോഡ് ചേഞ്ച് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു കാർഡ്. ലൈക്ക് യൂസർ മാനുവൽ നോക്കിയേ, ഇത്രയേ ഉള്ളൂ. എന്ത് എസ്തെറ്റിക്കുള്ള യൂസർ മാനുവൽ. ആൻഡ് ക്രയോയുടെ ഒരു 2 സ്റ്റിക്കർ കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരെണ്ണം രാത്രി തിളങ്ങുന്ന സ്റ്റിക്കറാണെന്ന് തോന്നുന്നു. ചെറിയൊരു പെട്ടിയും കൂടി വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ചാർജിങ് കേബിളാണ്. ഒബ്വിയസ്ലി നമുക്കറിയാമല്ലോ. കുറച്ച് ക്വാളിറ്റി കൂടിപ്പോയോ എന്നാണ് എൻ്റെ ഡൗട്ട്. ഒന്നും വരണില്ല അതിൻ്റെ അകത്തുനിന്ന്. USB Type A to Type C കേബിളാണ്. പിന്നീട് വേറെ കുറച്ച് ഇയർ ടിപ്പുകളും തരുന്നുണ്ട്. അപ്പോൾ ഈ സാധനങ്ങൾ ഇത്രത്തെ മാറ്റി വെച്ചിട്ട് ഓക്കെ. ഇതിനകത്ത് എന്തെങ്കിലും ലൈറ്റ് കാണാൻ ചാൻസ് ഉണ്ട്. പൊതുവേ ഈ ഗെയിമിങ് ഇയർബഡ്സിലെല്ലാം ഭയങ്കര വലിയ ലൈറ്റൊക്കെ ഉണ്ടാവാറുണ്ട്. ഉണ്ട് നോക്കി ഇത് വയ്ക്കാം. നമുക്ക് 2 കണ്ണിരുന്ന് തിളങ്ങും പോലെയാണ് എൻ്റെ ലൈറ്റ്. ക്രയോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മാക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഇയർബഡ്സ്. ആക്ച്വലി ഇയർബഡ്സിൽ ചാർജ് ഇല്ല. നമുക്ക് കുറച്ച് നേരം ഇതിനിവിടെ മാറ്റി വെച്ചിട്ട് പിന്നീട് നമുക്ക് തന്നെ ഒന്ന് കേട്ടു പോകും. നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് വീണ്ടും കുറച്ചുകൂടി വലിയൊരു പെട്ടിയാണ്. കോൺക്വർ ദ ഷാഡോ. വെബ് ക്യാം. യെസ്, നിങ്ങൾ സ്ട്രീമിംഗ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വെബ് ക്യാം നോക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം എന്നുള്ള തരത്തിലായിരിക്കും അവർ ഇറക്കിയിട്ടുണ്ടാവുക. സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. പ്രേ ഫൈൻഡർ, ഓട്ടോ ഫോക്കസിന് അവർ കൊടുത്തിരിക്കുന്ന പേരാണ് പ്രേ ഫൈൻഡർ. സ്റ്റെൽത്ത് ഹണ്ടർ, അതെന്താണെന്ന് വെച്ചാൽ പ്രൈവസി ഷട്ടർ, അതായത് നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്ത് വയ്ക്കാൻ പറ്റും ആവശ്യമില്ലാത്ത സമയത്ത്. ക്ലിയർ വിഷൻ, അതായത് റെസൊല്യൂഷൻ കുറച്ച് കൂടുതലുണ്ട് എന്നതാണ് അർത്ഥം. 4999 രൂപയാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. എക്സാക്ട് പ്രൈസ് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടാവും. ഓക്കെ, അവളെന്നാണ് എൻ്റെ പേര്. പുറത്തെടുക്കാം. നേരത്തെ കാണിച്ചതുപോലെ തന്നെ സ്റ്റിക്കറും യൂസർ മാനുവലും ഉണ്ട്. ഇതാണ് നമ്മുടെ വെബ് ക്യാം. ഇത് ഞാനിങ്ങനെ പറയുന്നതല്ല, ലോജിടെക്കിൻ്റെ ഒരു സാധനമില്ലേ, ലോജിടെക്കിന് ഒരു 1080p വെബ് ക്യാം ഉണ്ട്. അതേ ഡിസൈനാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്. നമുക്കിത് ഇതിനെങ്ങനെ ഊരിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്കോ ലാപ്ടോപ്പിൻ്റെ പുറത്തേക്കോ വെക്കാൻ പറ്റും. ആൻഡ് 1080p ക്വാളിറ്റി ഉണ്ട്. മേളിലായിട്ട് നമ്മുടെ ഷട്ടർ ബട്ടൺ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് ഓണാക്കി വയ്ക്കാം, ആവശ്യമില്ലാത്ത സമയത്ത് ഇതിനെ നിങ്ങൾക്ക് ക്ലോസ് ചെയ്ത് വയ്ക്കാം. ക്വാളിറ്റിയൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഇത്ര മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ആൻഡ് ബോട്ടം സൈഡിലായിട്ട് ട്രൈപോഡ് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രൈപോഡിൻ്റെ ഒരു സ്ക്രൂ ഏരിയ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിൽ വയ്ക്കേണ്ട ഏതെങ്കിലും ട്രൈപോഡിലൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാം. സോ ഇതാണ് നമ്മുടെ വെബ് ക്യാം. ക്വാളിറ്റി നമ്മൾ അവസാനം ചെക്ക് ചെയ്യുന്നതായിരിക്കും എല്ലാത്തിൻ്റെയും കൂടെ. അടുത്തത് ക്രയോയുടെ ഹെഡ്ഫോണാണ്. അത് ഗെയിമിംഗ് ഹെഡ്ഫോൺ.
ഇവരുടെ പാക്കേജിങ് ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ, ഭയങ്കര ക്വാളിറ്റി പാക്കേജിങ് ആണ്. ഓക്കെ, യെസ്, ക്രയോ ബെലൂഗ 3.5. ഇവരുടെ പേരൊക്കെ ഭയങ്കര രസമുണ്ട് കേട്ടോ. പുറകിലായിട്ട് എൻ്റെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. സൗണ്ട് ക്ലാരിറ്റി വിത്ത് 50mm ഡ്രൈവർ, അഡ്ജസ്റ്റബിൾ അലുമിനിയം ബാൻഡ്, നോ സ്വെറ്റ് കൂളിംഗ് ജെൽ എയർ പാഡ്. അതായത് കാതിൻ്റെ അകത്ത് ഈ ചില ഗെയിമിംഗ് ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാതിൻ്റെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് വേർക്കും, അത് വരില്ല എന്ന് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ കോംസ് വിത്ത് ANC എനേബിൾഡ് മൈക്രോഫോൺ, അതായത് നോയ്സ് ക്യാൻസലേഷൻ ഉള്ള മൈക്രോഫോൺ. പിന്നെ മ്യൂട്ട്, അതായത് ഫ്ലിപ്പ് അപ്പ് ടു മ്യൂട്ട് മൈക്ക് എന്ന് കൊടുത്തിട്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ മൈക്കിന് നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ നിൽക്കില്ലേ, അതിൻ്റെ മേലിലോട്ടാക്കി കഴിഞ്ഞാൽ മ്യൂട്ട് ആവും. നമ്മുടെ കൊറിയർ അവിടെ ഇവിടെയൊക്കെ ഇടിച്ച് ഇതിനെ പടമാക്കിയാണ് കൊണ്ടുവന്നത് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഓ നൈസ്. സ്റ്റീൽ സീരീസിൻ്റെ ആർട്ടിക്സ് 7 എന്ന് പറഞ്ഞിട്ടൊരു ഹെഡ്ഫോൺ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുമായിട്ട് ക്വാളിറ്റി നോക്കിയടാ, നൈസ്, ലൈക്ക് നല്ല ക്വാളിറ്റിയുള്ള ഹെഡ്ഫോൺ. നമ്മളൊരു ബഡ്ജറ്റ് ഹെഡ്ഫോണൊക്കെ നോക്കുന്ന സമയത്ത് ക്വാളിറ്റിയുടെ കാര്യത്തിൽ എന്തായാലും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ബട്ട് ദിസ് ഈസ് സോ ഗുഡ്. ഇവിടെ ആയിട്ട് ലൈറ്റ് കത്തും കേട്ടോ. നമുക്ക് ഇതിനെ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു നമ്മുടെ ലെനോവയുടെ ലാപ്പ് ഇരിപ്പുണ്ട്. ഓക്കെ, എൻ്റെ പുറകിലേക്ക് നോക്കി. ഓ നൈസ്, നല്ല അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ കത്തുന്നുണ്ട് കേട്ടോ, നൈസ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഞാൻ ഇതിൻ്റെ അകത്ത് യൂട്യൂബിൽ ഒരു പാട്ട് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കുകയാണ്. ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ വെരി ഗുഡ്. ലൈക്ക് ആക്ച്വലി ഇതൊരു ലാപ്ടോപ്പിൽ യൂസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ തന്നെ യൂസ് ചെയ്യുക. കമ്പ്യൂട്ടറിൻ്റെ പുറകിലായിട്ട് 2 പോർട്ട് കാണും, ആ 2 പോർട്ടിൽ ഇത് കണക്ട് ചെയ്യുക. ആൻഡ് കമ്പാരിറ്റീവ്ലി ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന പല ഹൈ എൻഡ്, നമ്മളിപ്പം ഈ സ്റ്റുഡിയോ പർപ്പസിനുള്ള ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുന്നുണ്ട്, അതുമായിട്ട് നമുക്ക് കമ്പാരിറ്റീവ്ലി സൗണ്ട് ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ആൻഡ് നല്ല ബേസ് ഉണ്ട്, നല്ല ട്രെബിൾ ഉണ്ട്, നല്ലൊരു റിച്ച്നെസ് ഉണ്ട് സൗണ്ടിൻ്റെ അകത്ത്. അതായത് നമ്മൾ പാട്ട് കേൾക്കുന്ന സമയത്ത് ഒരു ഗുമ്മുണ്ട്, വിച്ച് ഈസ് വെരി നൈസ്. പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ആൻഡ് ഡ്യൂറബിലിറ്റി എനിക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. ബട്ട് ആസ് ഓഫ് നൗ നമ്മുടെ കയ്യിൽ എടുക്കുന്ന സമയത്ത് വെരി വെൽ ബിൽഡ് വൺ. അടുത്തതായിട്ട് ഇതെന്താ സാധനമെന്ന് എനിക്കറിയാം. ആക്ച്വലി എൽഗാട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടെ. ഈ ഗെയിമൊക്കെ സ്ട്രീം ചെയ്യുന്നവർക്ക് അറിയാം. എൽഗാട്ടോയുടെയാണ് സ്ട്രീം ക്യാപ്ചർ കാർഡൊക്കെ യൂസ് ചെയ്യുന്നത്. ക്യാപ്ചർ കാർഡൊക്കെ ഈ എൽഗാട്ടോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. അവർ ഒരു ലൈറ്റ് ഇറക്കുന്നുണ്ട് ഈ സ്ട്രീമൊക്കെ ചെയ്യുന്ന സമയത്ത്, വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് കോമ്പാക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ലൈറ്റ്. അങ്ങനത്തെ ഒരു ലൈറ്റ്, ദ ഗ്ലോ ഗെറ്റ് ക്രയോ സ്ലാബ് എന്ന് പറഞ്ഞിട്ടുള്ള ലൈറ്റാണ്. അതായത് സ്ലീക്ക് ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. വൈഡ് ടെമ്പറേച്ചർ റേഞ്ച്, അതായത് വാംത്തിൽ നിന്ന് നമുക്ക് കൂളിലോട്ടാക്കാൻ പറ്റും. 5 ടോണുകൾ അവൈലബിൾ ആണ്. ഡെസ്ക് സ്റ്റാൻഡ് ലൈറ്റാണ്, അതായത് നിങ്ങളുടെ ഗെയിമിംഗ് ഡെസ്കിൽ ഉപയോഗിക്കാം. കാര്യം വെച്ചാൽ നല്ല ലൈറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ക്വാളിറ്റിയുള്ള ക്യാമറ വെച്ചിട്ട് സ്ട്രീം ചെയ്താലും ക്വാളിറ്റി ഉണ്ടാവില്ല. ഓക്കെ, ഇതാണ് ലൈറ്റ്, വളരെ ചെറിയ ലൈറ്റടാ. എൻ്റെ കൂടെ കുറേ പരിപാടികളും കിട്ടുന്നുണ്ട്. ആദ്യം തന്നെ സ്റ്റാൻഡ്, നമുക്ക് ആദ്യം തന്നെ ഒന്ന് സെറ്റ് ചെയ്യാം. സ്റ്റാൻഡ് നല്ല വെൽ ബിൽഡ് ആയിട്ടുള്ള സ്റ്റാൻഡും അവിടെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് ക്രയോയുടെ. ലൈക്ക് ഇവർ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ചുമ്മാ പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും വെച്ച് ഉണ്ടാക്കുന്നില്ല, നല്ല മെറ്റൽ ഒക്കെ യൂസ് ചെയ്തിട്ട് ഭയങ്കര രസമായിട്ട് അവർ ചെയ്യണേ. ലൈക്ക് അത് പറയാതിരിക്കാൻ വയ്യട്ടോ, അപ്രിഷിയേറ്റബിൾ ആയിട്ടുള്ള കാര്യം. കാരണം കഴിഞ്ഞ വട്ടം നമ്മൾ റിവ്യൂ ചെയ്തതിൽ ഒരു മൈക്ക് ഉണ്ടായിരുന്നു, എന്ത് കിടില മൈക്കായിരുന്നു എന്നറിയാമോ. ഭയങ്കര നല്ല മൈക്കായിരുന്നു, ഭയങ്കര നല്ലത്, വെരി ഗുഡ്. അപ്പോൾ അതേപോലത്തെ ഒരു സാധനമാണിത്. കാരണം ആ മൈക്കിലാണ് ലാസ്റ്റായിട്ട് ഞാൻ അമൽ ഗോപാൽ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുള്ള കുറേ വീഡിയോസിൻ്റെ എല്ലാം വോയിസ് ഓവർ ചെയ്തത്. ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. USB-A ആണ് ഇതിനകത്ത് വരുന്നത്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് വയ്ക്കാം. എന്നിട്ട് ഒരു പവർ ബാങ്കിൽ, ഇപ്പോൾ തൽക്കാലം ഞാനൊരു പവർ ബാങ്കിൽ കണക്ട് ചെയ്യുകയാണേ. പുറകിലായിട്ട് ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. ഓൺ ഓഫ് ബട്ടൺ കണ്ടോ, ലൈറ്റ് നൈസ്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഓരോ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടണാണ് രണ്ടാമത് വരുന്നത്. അതായത് ബ്രൈറ്റ്നസ് ബട്ടൺ, ഇത് മോഡ് ബട്ടൺ. സോ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഈ ലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു. ഇപ്പം എൻ്റെ മുഖത്ത് വെള്ള കളർ ലൈറ്റാണ് വരുന്നത് അല്ലേ, കണ്ടോ. അതിനെ വാം ആക്കണമെന്നുണ്ടെങ്കിൽ, അതൊരു ഈവനിങ് മോഡിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കാം. ആൻഡ് കുറച്ചുകൂടി വാം ആക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി അമർത്താം. വീണ്ടും കുറച്ചുകൂടി വാം ആക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി അമർത്താം. വാം വേണ്ട, നിങ്ങൾക്ക് കൂളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതാണ് ഏറ്റവും മാക്സിമം ഇതിനകത്ത് വാം വരുന്നത്. പിന്നെ ഇതാ കൂൾ ലൈറ്റ്. ഇത് ആക്ച്വലി നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അക്കോർഡിംഗ്ലി ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് എങ്ങനെയുണ്ടല്ലോ ഫേസ് ലിറ്റായിട്ട് ഇരിപ്പുണ്ടോ?
പിന്നെ നമുക്ക് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഹൈറ്റ് അഡ്ജസ്റ്റ് നൈസ് ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതാ ഇവിടെ ഇങ്ങനെ വെച്ചാൽ മതി. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള ആംഗിൾ കൊടുക്കുക. ടു ബി ഓണസ്റ്റ് ഞാൻ വേറൊരു ആംഗിൾ പറഞ്ഞു തരാം. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ദേഹത്ത് ഈ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ നിന്നുള്ള ലൈറ്റ് കാണും. ആക്ച്വലി സ്ട്രീം ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നിങ്ങളിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതാ നിങ്ങൾ ഈ ടിക്ടോക്കിലേക്ക് വീഡിയോ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഒരു ലൈറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റിംഗ് ലൈറ്റിൻ്റെ പ്രശ്നം വെച്ചാൽ ആ റിംഗ് ഇങ്ങനെ കാണാൻ പറ്റും. അത് ഭയങ്കര വൃത്തികേടാണ്. ഇപ്പം അതൊന്നുമില്ലാതെ എല്ലായിടത്തും ഈവനായിട്ട് പോകുന്ന രീതിയിൽ നല്ലൊരു ലൈറ്റ് കിട്ടും. ആൻഡ് നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലും നല്ലൊരു പ്രോഡക്റ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വെരി നൈസ്, നല്ല ക്വാളിറ്റി. അടുത്ത് നമ്മുടെ ഫൈനലായിട്ടുള്ള പ്രോഡക്റ്റ് ക്രയോയുടെ സ്റ്റേബിൾ. ഇത് 1.6 മീറ്റർ ഉള്ള ഒരു ട്രൈപോഡ് സ്റ്റാൻഡാണ്. മൊബൈൽ ഫോൺ ഹോൾഡറും ഉണ്ട്, നിങ്ങൾക്ക് ക്യാമറയും ഇതിനകത്ത് വെക്കാനായിട്ട് പറ്റും. അതായത് നിങ്ങൾക്ക് ഒരുപാട് ടൈമൊന്നും സ്പെൻഡ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ട്രൈപോഡ് സ്റ്റാൻഡ്. എവിടെയെങ്കിലും കൊണ്ടുപോയി പടാന്ന് വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അൺബോക്സ് ചെയ്യാം. ഓഫ് നൈസ്. ഇപ്പം എൻ്റെ ഇവിടേക്കുള്ള ട്രൈപോഡിൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ഒരു കമ്പും കോലും ഇങ്ങോട്ടിരിക്കും, ഒരു കമ്പും കോലും അങ്ങോട്ടിരിക്കും. ഇത് ഒരു ബാഗിനകത്ത് ഇട്ടുകൊണ്ട് പോകാനൊന്നും പറ്റില്ല. ബട്ട് ഇത് നമുക്ക് എവിടെ വേണോ കോമ്പാക്റ്റായിട്ട് കൊണ്ടുപോകാം. ആദ്യം നമുക്ക് നൈസ് ഇതാ ഈ ഒരു സ്ക്രൂ തിരിച്ചു കഴിഞ്ഞാൽ ഇതിനെ നിങ്ങൾക്ക് പല ആംഗിളിൽ ഫിക്സ് ചെയ്യാം. എനിക്ക് മറ്റേ ടിക്ടോക്കൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഡൗട്ട്. സിമ്പിൾ യെസ്, ടിക്ടോക്ക് ചെയ്യാൻ പറ്റും ഗൈസ്. അതാ ഇവിടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ടിക്ടോക്ക് ചെയ്ത് സെറ്റായിട്ട് നിൽക്കിരിക്കാം. ഓക്കെ, നൈസ് വൺ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് ഇത്രയും വലിയ ട്രൈപോഡിനെ നമുക്കിതാ ചെറുതാക്കി ഇത്രയിൽ എത്തിക്കാൻ പറ്റും. ക്യാൻ യു ഇമാജിൻ? ഇതും കൊണ്ട് പോയാൽ മതി. ഇതൊരു ബാഗിലിട്ട് പോയി കഴിഞ്ഞാൽ വീഡിയോ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ സെറ്റ്. ഹേ ഗൈസ്, ഇപ്പോൾ നമ്മുടെ ക്രയോയുടെ ലൈറ്റ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രയോയുടെ വെബ് ക്യാമിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ക്രയോയുടെ ഹെഡ്ഫോണാണ് യൂസ് ചെയ്യുന്നത്. ഹെഡ്ഫോണിൻ്റെ മൈക്ക് ഞാനിപ്പോൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. നല്ല നോയ്സ് കണ്ടീഷൻ ഉണ്ട്. AC ഇട്ടിട്ടുണ്ട്. അതും ടെർബോയിലാണ് ഇട്ടിട്ടുള്ളത്. പുറകിൽ നമ്മുടെ പിള്ളേർ നിൽപ്പുണ്ട് ആൻഡ് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ എങ്ങനെയാണ് ഓഡിയോ പെർഫോം ചെയ്യുന്നത്, ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കിക്കും. ആദ്യം നമുക്ക് ഫോക്കസിങ് ടെസ്റ്റ്, അതായത് ഹണ്ടിങ് ദ പ്രേ എന്നോ അങ്ങനെ എന്തോ അല്ല അതിനകത്ത് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം എടുത്ത് ചുമ്മാ ഫോക്കസ് ടെസ്റ്റ് അടിക്കാം. ഇതാ ഫോണ്, ഇതൊരു ഫോണാണ്, ഞാനിങ്ങനെ അടുത്തേക്ക് കൊണ്ടുവന്ന് വരുന്നു. ഫോക്കസായി ആൻഡ് ഞാനത് എണീറ്റ് നടക്കുവാണ്. നടന്നാലും എന്നെ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഫോക്കസ് ബ്ലറൊന്നും വരുന്നില്ല, കണ്ടോ? ആൻഡ് ബൈ ദ വേ എനിക്ക് ഈ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നിങ്ങളിപ്പോൾ സ്ട്രീമിങ്, ഇപ്പം ഈ ഒരു ക്യാമറ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് വീഡിയോ എടുക്കാൻ പറ്റും. മേ ബി ഞാൻ കുറച്ച് ലൈറ്റ് എക്സ്റ്റേണൽ, ഈ ക്രയോയുടെ ഈ ലൈറ്റ് മാത്രമല്ലാതെ ഇതിൻ്റെ ഒരെണ്ണവും കൂടി പർച്ചേസ് ചെയ്ത് ഈ സൈഡിലും കൂടി വെച്ച്, റൈറ്റ് സൈഡിലും കൂടി വെച്ച് ഈ ഭാഗം കൂടി ഫില്ല് ചെയ്ത് ബാക്കിയുള്ള ലൈറ്റൊക്കെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല വൃത്തിക്ക് നമുക്ക് വീഡിയോ കിട്ടുമെന്ന് തോന്നുന്നു. ആൻഡ് നമ്മൾ ക്രയോയുടെ തന്നെ കീബോർഡാണ് യൂസ് ചെയ്യുന്നത് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. ആൻഡ് ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കാണിച്ചിടാം. അവിടെ ലൈറ്റ് അല്ലേ നമ്മുടെ ക്രയോയുടെ ട്രൈപോഡിലും കൂടിയാണ് ഇപ്പോൾ നമ്മുടെ വെബ് ക്യാം വെച്ചിട്ടുള്ളത്. ഒരു വലിയൊരു ലൈറ്റ് സോഴ്സ് വെച്ചിട്ടുണ്ട്. ക്വാളിറ്റി എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് നോക്കാം. ദ ഫോക്കസ് ടെസ്റ്റ്, ഓക്കെ, ആൻഡ് ഓഡിയോ ക്വാളിറ്റിയും എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആ ഒരു TWS ആണ്. TWS കൊണ്ട് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ക്രയോയുടെ ഇയർബഡ്സ് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഞാൻ സോങ് പ്ലേ ചെയ്ത് നോക്കാൻ പോവാണ്. So 1, 2, 3. Full volume. ഭയങ്കര ബേസ് ആട്ടോ. വല്ലതും പറഞ്ഞേ. ലൈക്ക് ഫുൾ വോളിയം വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാൻ പറ്റൂല, ഒന്നും കേൾക്കാൻ പറ്റൂല. ഞാൻ പറയുന്നത് എനിക്ക് കേട്ടുകൂടാ.
ഓക്കെ, സോ ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് ക്വാളിറ്റി, ബേസ് നല്ലതുപോലെ ഉണ്ട്, അല്ലാതെ ഭയങ്കര വലിയ ക്വാളിറ്റി അങ്ങനെയൊന്നും പറയാനില്ല. ആൻഡ് ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാം, മ്യൂസിക്കിന് ഐ വോണ്ട് പ്രിഫർ. അപ്പോൾ ഇതൊക്കെയാണ് ക്രയോ എന്ന് പറഞ്ഞ ബ്രാൻഡ് നമുക്ക് തന്നിട്ടുള്ള ഗാഡ്ജറ്റുകൾ. ഇതിൻ്റെ അകത്ത് നിന്ന് ആദ്യം എല്ലാം ഗിവ് അവേ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ സാധനങ്ങൾ കൊള്ളാം. എനിക്ക് ഉപയോഗം ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് കുറച്ചെണ്ണം ചൂണ്ടുകയാണ്. ഒന്നും തോന്നരുത്, മാമനോടൊന്നും തോന്നല്ലേ. നിങ്ങൾക്ക് ഈ വെബ് ക്യാമും ഇയർബഡ്സും ചേട്ടൻ തരും. സൂപ്പർ. ഓക്കെ, അപ്പോൾ അത് കിട്ടാനായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റോ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അതിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്ത് ഞാൻ തരാം. ഓക്കെ, അടുത്ത വീഡിയോ കാണാവേ. നിങ്ങളെ തേച്ചൊട്ടിച്ചതായിട്ടൊക്കെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് തോന്നൽ മാത്രം. നിങ്ങൾ ഒരു സബ്സ്ക്രൈബറിനെ ഈ വീഡിയോയിൽ നമ്മൾ ഹാം ചെയ്തിട്ടില്ല. ഓക്കെ.